Hi friends, welcome to Taste Buds. ഇന്ന് ഞങ്ങൾ ഉണ്ടാക്കാൻ പോകുന്ന ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ആണ്. നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുകയും കൂടെയുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. വളരെ ലളിതമായി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു റെസിപ്പിയാണെന്ന് പറഞ്ഞു തരുന്നത്. അതിനായി ആദ്യം തന്നെ 1 കപ്പ് മൈദ, 4 മുട്ട, 1 കപ്പ് പഞ്ചസാര പൊടിച്ചത് മിക്സിയിൽ പൊടിച്ചെടുത്തതാണ്, വാനില എസൻസ് 1 സ്പൂണ്, ബേക്കിംഗ് സോഡ 1/2 സ്പൂണ്, 3 സ്പൂൺ കൊക്കോ പൗഡർ, വിനാഗിരി 1/4 സ്പൂൺ. അടുത്തതായി വിപ്പിംഗ് ക്രീമാണ് നമുക്ക് വേണ്ടത്. നമ്മളിവിടെ 100 ഗ്രാം വിപ്പിംഗ് ക്രീം എടുത്തിരിക്കുകയാണ്. 100 ഗ്രാമിന് മൊത്തം 200 ml പാല് നമുക്ക് വേണം. അത് ഫ്രിഡ്ജിൽ തണുക്കാൻ വെച്ചിരിക്കുകയാണ്. ഈ ഒരു കപ്പാണ് നമ്മൾ അളവ് കപ്പായിട്ട് എടുക്കുന്നത്. ഈ ഒരു കപ്പിൽ 240 ml ആണ്. അതാണ് 1 കപ്പ് മൈദ നമ്മൾ അളന്നെടുത്തിരിക്കുന്നത്. പഞ്ചസാരയും അതുപോലെ തന്നെ സ്പൂണിൻ്റെ കണക്ക് ഇത് നമുക്ക് സൂപ്പർ മാർക്കറ്റുകളിലൊക്കെ മേടിക്കാൻ കിട്ടി. മെഷറിംഗ് കപ്പ് ഇതാകുമ്പോൾ അളവ് തെറ്റത്തില്ല. കാരണം ഇതിൻ്റെ അളവ് വ്യത്യാസം വന്നാൽ കേക്കിൻ്റെ ടേസ്റ്റിന് വ്യത്യാസം വരും. സോ എന്നാൽ തുടങ്ങിയാലോ. ആദ്യമായി നമുക്ക് മുട്ട ഒരു ബൗളിലേക്ക് പൊട്ടിച്ചെടുക്കാം. 4 മുട്ട നമ്മൾ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. 4 മുട്ട പൊട്ടിച്ചെടുത്തിട്ട് നമുക്കിത് നന്നായി ബീറ്റ് ചെയ്യാം. ഞാനിവിടെ ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് ബീറ്റർ ഇല്ലയെന്നുണ്ടെങ്കിൽ വിസ്ക് ഉപയോഗിച്ചും ഇത് ബീറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. വിസ്ക് ഉപയോഗിച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മുട്ട ഒക്കെ നമ്മൾ ഓംലേറ്റ് അടിക്കുന്ന വിസ്ക് പോലത്തെ ഒരു സാധനം. അപ്പോൾ അതിന് നമുക്ക് ഇത് നന്നായി അടിച്ച് പതപ്പിച്ചെടുക്കാം. അതിന് ഒത്തിരി സമയമെടുക്കും. അപ്പോൾ ഞാനിവിടെ അത് എളുപ്പത്തിന് വേണ്ടി ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ബീറ്റർ ഇല്ലാത്തവർക്ക് വിസ്ക് ഉപയോഗിക്കാം. ഇത് നന്നായി പഞ്ചസാര കുറച്ച് ഇട്ട് കൊടുത്ത് ഇതുപോലെ ഈ ഒരു കളർ പാകത്തിന് ഇത് വരണം. നല്ല തിക്കായി വരും. അത് കുറേ നേരം ഒന്നും അടിക്കേണ്ട, ഒരു 10 മിനിറ്റ് മാക്സിമം അടിച്ചാൽ മതി. അതിതുപോലെ നല്ല തിക്കായി വരും. ഇത് എത്രത്തോളം സ്മൂത്ത് ആവുന്നോ അത്രത്തോളം കേക്ക് ടേസ്റ്റി ആയിരിക്കും. ഇപ്പോൾ ഏകദേശം ഒരു പരുവായി കഴിഞ്ഞു. ഇത് നമുക്ക് എടുക്കുമ്പോൾ അറിയാം, ഇതിൻ്റെ കൺസിസ്റ്റൻസി നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഒരു പാകത്തിൽ വരണം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ മിശ്രിതം ശരിയായി. ഇനിയിപ്പോൾ അതിനായി അടുത്തതായി നമ്മൾ മൈദ കൊക്കോ പൗഡറും ചേർത്ത് അരിച്ചെടുക്കുകയാണ്. ഇത് നന്നായി ഒരു 3 പ്രാവശ്യം മിക്സ് ചെയ്ത് അരിപ്പയിൽ വേണം അരിച്ചെടുക്കാൻ. ഇത് അരിപ്പയിൽ അടിച്ചെടുക്കുമ്പോൾ ഇത് വളരെ നന്നായിട്ട് മിക്സ് ആവുന്നതായിരിക്കും. കൊക്കോ പൗഡറും മൈദയും മാത്രം, അത് മാത്രം ഇട്ട് ഇതുപോലെ തരിതിരിയായി ഒരു ഓയിൽ പേപ്പറിലേക്കാണ് ഞാനിത് അരിച്ചെടുത്തത്. അങ്ങനെ 3 പ്രാവശ്യം അത് വീണ്ടും ചെയ്യുമ്പോൾ അത് നന്നായി മിക്സായി വരുന്നു. അപ്പോൾ അതിനകത്ത് തരികളൊന്നുമില്ല. വളരെ സ്മൂത്തായിട്ടുള്ള പൗഡർ ഫോമായിട്ട് നമുക്ക് ലഭിക്കും. നമുക്കിനി ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇനി അടുത്തതായി നമ്മൾക്ക് വേണ്ടത്, നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിരിക്കുന്ന വിനാഗിരിയിലേക്ക് സോഡ ഇട്ട് കൊടുക്കുകയാണ്. സോഡ പൗഡർ, ബേക്കിംഗ് സോഡ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം അത് നന്നായി പതഞ്ഞ് വരുന്നത് കാണാം. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ആദ്യം വെച്ചിരിക്കുന്ന മിശ്രിതമായ മുട്ടയും പഞ്ചസാരയും അടിച്ചതിലേക്ക് ഈ കൊക്കോ പൗഡറും മൈദയും ചേർത്ത മിശ്രിതം നമുക്ക് ചേർത്ത് കൊടുക്കാൻ. ഇതുപോലെ ഒറ്റ രീതിയിൽ മാത്രമേ, റൗണ്ടിലുമായിട്ട് മാത്രമേ ഇത് മിക്സ് ചെയ്തെടുക്കാവുള്ളൂ. വേറെ ഡയറക്ഷനിലൊന്നും ചെയ്യരുത്. ഒരേ ഡയറക്ഷനിൽ ഒരേ സ്പീഡിൽ. ഇനി നമുക്കതിലേക്ക് അവസാനമായി നമ്മുടെ ബേക്കിംഗ് സോഡയും വിനാഗിരിയും ചേർത്ത മിശ്രിതം ചേർത്ത് കൊടുക്കാം. അത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തതായി നമ്മൾ എടുത്തിരിക്കുന്നത് നമ്മുടെ പാനാണ്. നമ്മൾ കേക്ക് ഉണ്ടാക്കാൻ എടുത്തിരിക്കുന്ന ഒരു അലുമിനിയത്തിൻ്റെ ഒരു പാനാണ്. അതിനകത്തേക്ക് ആദ്യം നമുക്ക് കുറച്ച് എണ്ണ തടവി കൊടുക്കാം. എണ്ണ തടവി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് നമുക്കൊരു ഓയിൽ പേപ്പർ എടുത്തിട്ട് അത് കട്ട് ചെയ്യണം. എന്ന് പറഞ്ഞാൽ പാത്രത്തിൻ്റെ അടിയിലത്തെ ഷേപ്പിന് വേണ്ടി അതേ റൗണ്ടിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അതിനുശേഷം ആ എണ്ണയോട് കൂടിയ സ്ഥലത്തേക്ക് നമുക്കിത് ചെറുതായി വെച്ച് കൊടുക്കാം. അത് സ്റ്റിക്കി ആയിക്കോളൂ അവിടെ. അതിനുശേഷം അതിൻ്റെ മുകളിലും ചെറുതായിട്ട് എണ്ണ തടവുക. ഇനി നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഒരു പ്രഷർ കുക്കറിലാണ്. അപ്പോൾ കുക്കറിലേക്ക് നമുക്ക് ആദ്യം കുറച്ച് ഉപ്പ് വിതറാം. ഉപ്പ് വിതറിയതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒരു സ്റ്റാൻഡ് അതിനകത്ത് വെച്ച് കൊടുക്കുക. കാരണം കേക്ക് ഡയറക്റ്റ് അതിൽ മുട്ടിച്ച് വയ്ക്കാൻ പാടില്ല. ഇനി സ്റ്റൗ ഓണാക്കി നമ്മൾ ഇതിന് പ്രീഹീറ്റ് ചെയ്യാൻ വെക്കുകയാണ്. പ്രീഹീറ്റ് ചെയ്യാനായി നമ്മളൊരു 5 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ട് ഇത് വെക്കുന്നു. അതിന് മുമ്പ് നമ്മുടെ കുക്കറിൻ്റെ വാഷറും വിസിലും വെക്കാതെ വേണം നമ്മളിത് വെക്കാൻ. അപ്പോൾ നമ്മളിനി ഒരു 5 മിനിറ്റ് തന്നെ ഇതൊന്ന് ഹീറ്റ് ആവാൻ വേണ്ടി വെക്കുകയാണ്. ഇപ്പോൾ ഏകദേശം നമ്മുടെ പാനൊക്കെ ഹീറ്റ് ആവാറായിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ മിശ്രിതം നമുക്ക് ഈ പാത്രത്തിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം.
ഇനി അത് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഇതുപോലെ നമ്മളൊന്ന് ഒരു തുണി വെച്ചിട്ട് തട്ടി കൊടുക്കണം. കാരണം ഇതിനകത്തുള്ള ഒരു 30 പ്രാവശ്യം ഇതുപോലെ നമ്മൾ നിലത്തടിക്കണം. എങ്കിൽ അതിനകത്തുള്ള എയർ ബബിൾസ് എല്ലാം പോവുള്ളൂ. അല്ലെങ്കിൽ കേക്കിൻ്റെ അകത്ത് എയർ ബബിൾസ് നിൽക്കും. ഇപ്പോൾ നമ്മുടെ 5 മിനിറ്റ് ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമ്മുടെ പാന് നമുക്ക് ഇറക്കി കൊടുക്കാം. അടുത്തതായി നമ്മൾ ഉണ്ടാക്കുന്ന വിപ്പിംഗ് ക്രീമാണ്. വിപ്പിംഗ് ക്രീം ഉണ്ടാക്കാനായിട്ട് നമ്മൾ 200 ml പാലാണ് എടുത്തിരിക്കുന്നത്. കാരണം നമ്മൾ 2 പാക്കറ്റ് 100 ഗ്രാമിൻ്റെയാണ് വിപ്പിംഗ് ക്രീം പൗഡർ എടുത്തിരിക്കുന്നത്. ബേക്കേഴ്സിൻ്റെയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇനി അത് രണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനു മുമ്പ് നമ്മൾ ഈ എടുത്തിരിക്കുന്ന ബൗൾ ഫ്രീസറിൽ വെച്ച് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. എടുത്തിരിക്കുന്ന ബൗള് അതുപോലെ പാലും ഫ്രീസറിൽ വെച്ചെടുക്കണം. ഒത്തിരി കട്ടയാവണ്ട. ഇനി നമ്മൾ വിസ്ക് ഉപയോഗിക്കുന്നവർക്ക് വിസ്ക് ഉപയോഗിക്കാം. ഞാനിവിടെ ബീറ്ററാണ് ഉപയോഗിക്കുന്നത്. ഇത് ഉപയോഗിച്ച് നന്നായി ഈ ഒരു കൺസിസ്റ്റൻസിയിൽ, പാത്രം ചെരിച്ചാൽ നിലത്ത് വീഴാത്തൊരു കൺസിസ്റ്റൻസിയിൽ ഇത് നമുക്ക് ആക്കിയെടുക്കാം. അതിനുശേഷം ഇത് നമുക്കൊരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാം. അടുത്തതായി നമ്മളിനി വേണ്ടത്, നമ്മളിത് മാരിനേറ്റ് ചെയ്യാൻ അതിൻ്റെ ചോക്ലേറ്റ്, ഡാർക്ക് ചോക്ലേറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് ഒരു പാത്രത്തിലേക്ക് എടുക്കാം. നന്നായി ഗ്രേറ്റ് ചെയ്ത് മാറ്റി വയ്ക്കുക. അതിന് ഇപ്പോൾ നമ്മുടെ കേക്ക് ഏകദേശം റെഡി ആയി കഴിഞ്ഞു. നമ്മളിപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്ന 35 മിനിറ്റാണ് നമ്മൾ കറക്റ്റ് എടുത്ത സമയം. ഇനി നമ്മളൊരു ഈർക്കിളി എടുത്ത് കുത്തി നോക്കുക. അപ്പോൾ ഈർക്കിളി ഇതുപോലെ ക്ലിയർ ആയിട്ട് വരികയാണെങ്കിൽ കേക്ക് റെഡി ആയി എന്നാണ് അർത്ഥം. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അടുത്തതായി നമ്മൾ ഈ കേക്ക് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്കിത് 3 ലെയറായിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ ഈ കേക്ക് നമ്മളൊരു പാത്രത്തിലേക്ക് വെച്ച് ഇതുപോലെ പതിയെ കട്ട് ചെയ്തെടുക്കണം. ഈ കേക്ക് കട്ട് ചെയ്ത് 3 ലെയർ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കുന്നു. ഈ ഒരു വലുപ്പത്തിൽ, ഈ ഒരു വണ്ണത്തിൽ നമുക്കത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കാം. അങ്ങനെ 3 ലെയർ കിട്ടിയിരിക്കുകയാണ്. ഇനി ഏറ്റവും അടിയിലത്തെ ലെയറിലേക്ക് നമുക്ക് സ്പ്രെഡ് ചെയ്യാം. എന്ന് വെച്ചാൽ ഞാനിവിടെ ഉപയോഗിക്കുന്നത് പഞ്ചസാര ലായനിയല്ല, എല്ലാവരും പഞ്ചസാര ലായനിയാണ്. ഞാനിവിടെ ഒരു വെറൈറ്റിക്ക് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന വൈനാണ്. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മുന്തിരി വൈനാണ്. അതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതിന് പകരം എല്ലാവരും ചേർക്കുന്നത് പോലെ ചെറിയും പഞ്ചസാര ലായനിയും കൂടെ മിക്സ് ചെയ്ത് തിളപ്പിച്ചാറി അത് തൂത്ത് കൊടുക്കുന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ഞാനിവിടെ എന്തായാലും വൈനാണ് ഇതിലേക്ക് സോക്ക് ചെയ്യുന്നത്. അപ്പോൾ വൈൻ ഇതുപോലെ ഒരു ബ്രഷ് ഉപയോഗിച്ച് നമുക്ക് നന്നായി, ഇതിന് പകരം പഞ്ചസാര ലായനിയാണെങ്കിൽ അതും ഇതുപോലെ തന്നെ നമുക്ക് തൂത്ത് കൊടുത്താൽ മതി. ഒരു 3 സ്പൂൺ പഞ്ചസാരയും കുറച്ച് വെള്ളവും ചേർത്ത്, പിന്നെ ചെറിയുടെ കഷ്ണങ്ങൾ കുരുകുര അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മുടെ വിപ്പിംഗ് ക്രീം എടുത്ത് ആദ്യത്തെ തട്ടിൽ നമുക്ക് തേച്ച് കൊടുക്കാം. വിപ്പിംഗ് ക്രീം ഇതുപോലെ എടുക്കുക. പതിയെ, ഒത്തിരി ബലം പിടിക്കേണ്ട, പതിയെ അതൊന്ന് സ്പ്രെഡ് ചെയ്ത് ഒരുമാതിരി ഷേപ്പ്. ഇത് ഈ കേക്ക് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയുള്ള തട്ടുകളൊക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് മാർക്കറ്റുകളിലൊക്കെ. നമുക്കിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ ഇങ്ങനെ ഒരു പാത്രത്തിൽ പതിയെ ചെയ്താൽ, ഇത് അകത്തെ തട്ടാകുമ്പോൾ അത്ര വലിയ കാഴ്ചയ്ക്കൊന്നും ഇല്ലില്ല, പുറമെ മാത്രമാണ് ശ്രദ്ധിക്കത്തുള്ളൂ. ഇനി കുറച്ച് ചെറി വിതറുക. അതിനുശേഷം അടുത്ത തട്ട് വയ്ക്കുക. വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. സെയിം വൈൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം വീണ്ടും നമ്മൾ വിപ്പിംഗ് ക്രീം തൂത്ത് കൊടുക്കുക. വിപ്പിംഗ് ക്രീം തൂത്തതിന് ശേഷം വീണ്ടും കുറച്ച് ചെറി ഇടുക. അങ്ങനെ 3 തട്ടും ഒരേ രീതിയിൽ നമ്മൾ സ്പ്രെഡ് ചെയ്തെടുക്കുന്നു. ഇനി നമ്മൾ അവസാനത്തെ തട്ടും എടുത്ത് വെക്കുകയാണ്. അവസാനത്തെ തട്ട് വെച്ചതിന് ശേഷം വീണ്ടും ബാക്കിയുള്ള വൈനും കൂടെ ഇവിടെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. വൈൻ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ, കേക്ക് നമ്മൾ ബ്ലാക്ക് ഫോറസ്റ്റ് കഴിക്കുന്നവർക്കറിയാം, നല്ല സോക്ക് ചെയ്ത് നല്ലൊരു വാട്ടറി ടൈപ്പ് ആയിരിക്കും അതിൻ്റെ ഉള്ളിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് അതിനുണ്ട്. ഇപ്പോൾ നമ്മൾ ഏകദേശം അത്ര ഫിനിഷിംഗ് ഒന്നും ആയില്ല എങ്കിലും നമ്മൾ പറ്റുന്ന പോലെയൊക്കെ ചെയ്തു. ഇനി അതിൻ്റെ മുകളിലേക്ക് നമ്മൾ ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. അത് സൈഡിലും പതിയെ എറിഞ്ഞെറിഞ്ഞ് കൊടുക്കുക. അതപ്പോൾ സ്റ്റിക്കി ആയിക്കോളും ആ ക്രീമിലേക്ക്. എന്നിട്ട് ബാക്കിയുള്ള ചെറിയും ചേർക്കുക. ഇനി ഇതൊക്കെ നമുക്ക് കടകളിൽ മേടിക്കാൻ കിട്ടും. ഇനി ഷേപ്പ് ആക്കാൻ ആ വിപ്പിംഗ് ക്രീമിൻ്റെ ബാക്കിയുള്ളത് നമുക്ക് ഇതുപോലെ ഒരു കവറിലേക്ക് എടുത്തിട്ടിട്ട് ഇതുപോലെ ഷേപ്പിന് ചെയ്ത് കൊടുക്കുക. എനിക്ക് വന്ന സൂപ്പർ മാർക്കറ്റിലൊക്കെ 100 രൂപ അല്ലെങ്കിൽ ഒരു 110 രൂപ വിലയിലൊക്കെ ഈ സാധനം കിട്ടുന്നതാണ്. ഇതൊന്നും കിട്ടിയില്ലെങ്കിൽ ഒരു സിപ്ലോ കവർ എടുത്ത് അതിനകത്ത് അകത്തേക്ക് ഒഴിച്ചിട്ട് അതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് ഇതുപോലെ ഒരു ഷേപ്പിൽ ഇടാവുന്നതാണ്. ഇനി നമ്മൾ അതിനകത്തേക്ക് ചെറി വെച്ച് കൊടുക്കുകയാണ്. കുറച്ച് ചെറികൾ വെച്ച് കൊടുത്തു. അപ്പോൾ നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക് ഇപ്പോൾ റെഡി ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം. നമ്മൾ കടകളിലൊക്കെ പോയി 700 രൂപ 800 രൂപ മുടക്കി മേടിക്കുന്ന സാധനം നമുക്ക് നിസ്സാരമായി വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.